ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹോട്ടലിലെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ദം ബിരിയാണി അതേ രുചിയോട് കൂടി തന്നെ വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ഹോട്ടൽ രുചിയിലുള്ള ഈ ഒരു ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6 പച്ചമുളക് കട്ട് ചെയ്തതും 6-7 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളകും 6 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വലിയ ജീരകമാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ ദം ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ കുക്കിംഗ് പോട്ടിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 7 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് കൂടി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ട്. അതിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിഡിലൻ ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികളും മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകും കൂടിയാണ്. കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കരുത്. മുഴുവൻ കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹോട്ടൽ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഏകദേശം ഒരു 3 കിലോ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് പറയുന്നത്. കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. കുറവാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ വലിയ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും മസാലയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി കുക്കിംഗ് പോട്ട് അടച്ചു വെച്ച് അപ്പുറത്തെ സ്റ്റവിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ചിക്കൻ കുക്കാകുന്ന സമയം കൊണ്ട് അടുത്തതായി നമുക്കിനി റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ കുക്കിംഗ് പോട്ടിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അളന്നു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നമ്മൾ റൈസ് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 4-5 ഏലക്ക, 4-5 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വളരെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി എസൻസ് ആണ്. ഈ ഒരു ബിരിയാണി എസൻസും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹോട്ടൽ രുചിയിലുള്ള ചിക്കൻ ദം ബിരിയാണിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. വെറും 1/4 ടീസ്പൂൺ അളവിലുള്ള എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. ജീരകശാല റൈസോ അതല്ലെങ്കിൽ കൈമ റൈസോ എടുത്താലും മതി. റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളം വാർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. റൈസ് നമ്മൾ കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം നമ്മുടെ റൈസ് ഓവർ കുക്കാകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിൽ നിന്നും പകുതി മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം.
ഈ ചിക്കൻ നമ്മൾ 5 മിനിറ്റ് അടച്ചു വെച്ചും 5 മിനിറ്റ് തുറന്നു വെച്ചിട്ടുമാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു 4 സവാള നമ്മൾ ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഗീയോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതും കുറച്ച് റൈസിൻസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ദമ്മിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹോട്ടൽ ദം ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.